ഹലോ. കഷ്ടിച്ച് 2 മണിക്കൂർ ഒന്ന് ചെറുതായിട്ട് വെയിലടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് മഴ തുടങ്ങി. ഞാനാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കും പോലെ നോക്കിയിരുന്നാണ് തുണികൾ കുറച്ച് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്തത്. പിന്നെ നേരെ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അടുക്കളയിലോട്ട് ഇറങ്ങി രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടുതലൊന്നും എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല എന്തുണ്ടാക്കണമെന്ന്. ചിക്കൻ കറി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരെ ഉരട്ടി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യലൊക്കെ ഞങ്ങൾ ഞായറാഴ്ചകളല്ലേ ഉണ്ടാക്കുള്ളൂ എന്ന്. പക്ഷേ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് എന്തായാലും ഉരട്ടി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് കുറച്ച് വെള്ളമൊക്കെ വെച്ച് തേങ്ങ ഇട്ടിട്ട് മോൻ്റെ ലഞ്ചിനും കൊണ്ടുപോയതും സ്നാക്സിനും കൊണ്ടുപോയതും പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് നേരെ വെള്ളം തെളിച്ചപ്പോഴത്തേക്കും മാവെടുത്ത് കിണ്ടി. ഈ ഒറട്ടിക്ക് കിടുക്കൻ കോമ്പിനേഷൻ വേറെയുണ്ട്, ചിക്കൻ അല്ലാണ്ട്. അതെന്താണെന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അങ്ങനെ മാവൊക്കെ ഒന്ന് കിണ്ടി പറക്കി എടുത്തിട്ട്, ഈ മാവ് കിട്ടുന്ന സംഭവം എൻ്റെ ഉമ്മക്ക് പാരമ്പര്യമായിട്ട് കുടുംബപരമായിട്ട് കിട്ടിയതാണത്. പണ്ടേക്കാട്ടുള്ളതാണ്, കളയാണ്ട് വെച്ചിരിക്കണം നമ്മൾ ഒരട്ടീൻ്റെ മാവ് കിണ്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ ഈ മാവ് വെന്ത് എടുത്ത ഉടനെ കുഴയ്ക്കണം ചൂടോടെ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഉരട്ടി പരത്തി ചൂടുമ്പോൾ ഈ വെയിലത്തൊക്കെ മണ്ണ് വിണ്ട് കീറും പോലെ ഉരട്ടി വിണ്ട് കീറിയിരിക്കും. പിന്നെ സ്വന്തം റിസ്കിൽ ഇതൊക്കെ ചെയ്തോണം, ഇല്ലെങ്കിൽ ചൂട് മാവിൽ കൈയൊക്കെ ഇട്ടിട്ട് എൻ്റെ കൈയൊക്കെ പൊള്ളിയതുപോലെ പൊള്ളിപ്പോവും. പിന്നെ എന്താ നേരെ ഇത് പരത്തുക. ഇവിടെ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പ്രസ് വാങ്ങിച്ചതിന് ശേഷം ഉരട്ടി അതിലിട്ടാണ് ചെയ്യണത്. എനിക്കെന്തോ ഒന്ന് മാറ്റി പിടിക്കുന്നതെന്ന് തോന്നി. എനിക്കിങ്ങനെ ഇരുന്ന് തട്ടണതാണ് ഇഷ്ടം. അത് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെയൊക്കെ ഒന്ന് തട്ടിപ്പറക്കി എടുത്തിട്ട്, എൻ്റെ മോന് പിന്നെ ചപ്പാത്തി ആയാലെന്താ ഉരട്ടി ആയാലെന്തോ മാവാണോ കുഴച്ച് കളിക്കുന്നതാണോ അവന് കുറച്ച് തിന്നാനും വേണം കുറച്ചെടുത്ത് കളിക്കാനും വേണം. പക്ഷേ ഇന്ന് അവൻ്റെ പരിപാടി ഒന്നും നടന്നില്ല. ഞാൻ സമ്മതിച്ചില്ല, കരഞ്ഞും പിഴിഞ്ഞും ഒക്കെ എൻ്റെ അടുത്ത് നിന്ന്. ഞാൻ പറഞ്ഞു ഒരു പരിപാടി നടക്കത്തില്ല, ഓടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നമുക്ക് കുറച്ച് സമയമെടുക്കും. ഈ ചപ്പാത്തി ഇതൊക്കെ ഉരട്ടി ഇതൊക്കെ നമ്മൾ നിന്ന് ചെയ്യണ കാര്യങ്ങളല്ലേ, അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ഇത് പാടുമാണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് വിഷമിച്ചാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ സംഭവമൊക്കെ ചുട്ട് പറക്കി എടുത്ത് കുറച്ച് ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മഴയും ചൂടോർട്ടിയും പോരാഞ്ഞിട്ട് ചൂട് ചിക്കൻ കറി കിടിലൻ കോമ്പിനേഷനല്ലേ. അപ്പം മറക്കണ്ട, ഇതിൻ്റെ വേറൊരു കോമ്പിനേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.